നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രിയ പ്രേക്ഷകരെ, തൃശൂരിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയ ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതാണ്. 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത്. ജനവാസ മേഖലയിൽ നിന്നായിരുന്നു ഇത്രയും വലിയ പ്രശ്നങ്ങൾ ആന ഉണ്ടാക്കിയത്. വീടിന്റെ മതിൽ തകർത്തു, വാഹനങ്ങൾ തകർത്തു, അങ്ങനെ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടായത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. അവിടേക്ക് വെറ്ററിനറി ഡോക്ടർ അടക്കം എത്തി ആനയെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആനയെ നഷ്ടപരിഹാരം നൽകാതെ ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവിടുത്തെ ആളുകൾ കൂടി നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷഹബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷഹബാസ്, ഒന്ന് ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, 2 ആന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ, ചർച്ചകൾ എങ്ങനെയാണ് നടന്നത്? മാധു, ഇപ്പോൾ ഇതാ ആനയെ, ഈ ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയെ ഇതാ കൊണ്ടുപോകാനായി ലോറിയിൽ കയറ്റിയിരിക്കുകയാണ്. ഏറെ പണിപ്പെട്ടാണ് ഈ വാഹനത്തിലേക്ക് ഉൾപ്പെടെ പപ്പാന്മാർ ചേർന്ന് കയറ്റിയത്. ഇപ്പോഴിതാ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൃത്യമായ കണക്കെടുപ്പ് ഇന്ന് തന്നെ നടക്കുമെന്ന് മന്ത്രി എത്തിക്കൊണ്ട് ഉറപ്പ് നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർ എത്തി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ കണക്കെടുപ്പ് നടത്തും. അതിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, വാഹനങ്ങളും മതിലുകളും വീടുകളും ഒക്കെ ഭാഗികമായി തകർന്നിരുന്നു, അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് വില്ലേജ് ഓഫീസർ എത്തി പരിശോധിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ നാശനഷ്ടം സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ആനയെ വാഹനത്തിലേക്ക് ഏറെ പണിപ്പെട്ടാണെങ്കിലും കയറ്റിയിരിക്കുകയാണ്. രാവിലെ 1.5 മണിക്കൂറോളമാണ് ഈ പ്രദേശത്ത് ആന വലിയ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഇവിടെ നിലയുറപ്പിച്ചിരുന്നത്. നിരവധി വാഹനങ്ങളും വീടുകളും ഒക്കെ തകർത്തിരുന്നു. ഈ ആനയുടെ മുകളിൽ നിന്ന് വീണ് 2ാം പപ്പാനായ അനീഷിന് പരിക്കേൽക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. നേരത്തെ ടൗൺ ഹാളിന് മുന്നിൽ വെച്ചായിരുന്നു ആന ഇടഞ്ഞു തുടങ്ങിയത്. പിന്നീട് 3 കിലോമീറ്ററോളം ഓടി പല ഭാഗത്തെത്തി അവസാനം ഈ ഗാന്ധിനഗർ ഭാഗത്തെത്തിക്കൊണ്ട് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. അങ്ങനെ വീടിൻ്റെ മതിലുകളും വാഹനങ്ങളും ഒക്കെ തകർത്തു. പിന്നീട് ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി ആ ഭാഗത്തുള്ള ഷീറ്റുകളുമൊക്കെ തകർത്ത ശേഷമാണ് ആനയെ തളയ്ക്കാനായത്. 3ാം ശ്രമത്തിലാണ് ആനയെ പൂർണ്ണമായി അണിനയിപ്പിക്കാനായത്. പിന്നീട് ആനയെ ശാന്തനാക്കി ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ആനയെ കയറ്റിയിരിക്കുകയാണ്. സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ജനവാസ മേഖലയിൽ അധിക സമയം നിർത്താനാകില്ല. വെറ്ററിനറി ഡോക്ടർമാരടക്കം എത്തിക്കൊണ്ട് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. നേരത്തെ ഷീറ്റുകളും വാഹനങ്ങളും ഒക്കെ തകർക്കുന്നതിനിടയിൽ പല ഭാഗത്തും ആനയ്ക്ക് മുറിവുകളേറ്റിരുന്നു. അതൊക്കെ ഡോക്ടർമാരെത്തി പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഈ ആനയെ നിരീക്ഷണത്തിൽ തുടരും. ആന നിരീക്ഷണത്തിൽ വെക്കുന്നതിനായി കൃത്യമായി ജനവാസമില്ലാത്ത കൃത്യമായ ഒരു സ്ഥലത്തേക്ക്, ആളുകളില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ആനയെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഈ ആനയെ ഇനി മാറ്റിക്കൊണ്ട് കൃത്യമായ ഒരു ആനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിരീക്ഷണത്തിൽ തുടരും ആന. അതിനുശേഷമാണ് ഇതിന് മതപ്പാടുണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ പരിശോധിക്കുകയും വ്യക്തമാകുകയും ചെയ്യുന്നത് ആ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ എന്തായാലും ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. ഏറെ നേരം 1.5 മണിക്കൂറോളം വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയ ആനയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ച് ആനയെ നിരീക്ഷണത്തിൽ ആശങ്കയുണ്ടാക്കിയത്. ആനയെ തളച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്.